بسم الله الرحمن الرحيم طاسيم تلك آيات الكتاب المبين لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. മൂന്ന് അക്ഷരങ്ങളുണ്ട്. ആ മൂന്ന് അക്ഷരത്തിന്റെ മധ്യ എത്രയാണ്? ഇത് മദ്ദാന്ന് പറഞ്ഞാൽ മതി. സീന് ഫറയിൽ ഏതാണ്? നീമ അത് ഏതാണ്? രണ്ടും ലാസ്റ്റ്. ആരിത് എന്ന് പറഞ്ഞാൽ സുക്കൂന്, പിന്നെ പുതുതായിട്ട് വരുന്ന സുക്കൂന്. ആരിത് എന്ന് പറഞ്ഞാൽ തന്നെ പുതിയത് തന്നെ. അപ്പോ സീൻ എന്നുള്ള നൂന്റെ സുക്കൂന് ആരിതാവില്ല. നേരത്തെ ഉള്ളതാണ് സീനു സീനി എന്നൊന്നുമില്ല. നൂൻ വൽക്കലമിയമായ അതിലില്ല. നൂൻ നൂൻ വൽക്കലമി ഒന്ന് ചേർത്ത് ഓതിയങ്ങള് ഫസ്റ്റ് ഭാഗം നോക്കിയാൽ نون والقلم وما يسطرون نون والقلم وما നൂൻ പറയുമ്പോ സുക്കൂണുള്ള നൂനല്ലേ ലാസ്റ്റ്? നൂൻ അതിനമ്മ മാറ്റാൻ നൂനാ നൂനിയൊന്നും ഇല്ലല്ലോ. അതിന് ശേഷം വൽക്കലമിന്റെ വാവിന് പക്കല്. അപ്പൊ സുക്കൂണുള്ള നൂനിന് ശേഷം വാവ് എന്താ ചെയ്യാ? അപ്പൊ അങ്ങനെ نون والقلم نون والقلم യാസീൻ വൽ ഖുർആൻ ഓതിക്കാൻ ഖുർആൻ യാസീൻ വൽ ഖുർആൻ ഒന്ന് എങ്ങനെയാണ് അവിടെ നോക്കി യാസീൻ വൽ ഖുർആൻ സുക്കൂണ നൂനല്ലേ ലാസ്റ്റ്? യാസീൻ സുക്കൂണ നൂന് ശേഷം വാവ്. അപ്പൊ അങ്ങനെ ഓതുക ചേർത്തി നോക്കുമ്പോ യാസീൻ വൽ ഖുർആൻ അവിടെ നിയമം വരിക. പിന്നെ നമുക്ക് ഉന്ന വന്നില്ലല്ലോ. ജാമ്പി ഉന്ന എന്ന് പറഞ്ഞാല് അൻവ. എങ്ങനെ ജാമ്പി ഉന്ന വരിക? അൻവ ഔവ അങ്ങനല്ലേ? ഔവ എന്ന് പറയണ്ടേ? അപ്പൊ ഇവിടെ അങ്ങനെ നിയമം വരുന്നത് നമ്മള് സാധാരണ രണ്ട് കലിമത്തായതുകൊണ്ട് പണ്ടേ മറ്റേ ശരിക്ക് അങ്ങനെ വരുമ്പോ അങ്ങനെ വരുന്നേ തോന്നുന്നില്ല. അതല്ല, നിങ്ങൾ ഓതി പഠിച്ച മതിയാ ശരി. നിങ്ങൾ അങ്ങനെ തന്നെ ഓതി ശീലിച്ചു. എങ്ങനെ? നൂൻ വൽ ഖലമി ഓതി ശീലിച്ചു. അതുപോലെ യാസീൻ വൽ ഖുർആൻ ഓതി ശീലിച്ചു. ആ ശീലിച്ചത് കൊണ്ട് അങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെയാണ് ഓതേണ്ടത്. നിങ്ങൾ ഓതിയ മാതിരിയാണ് ശരി. ഇവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഈ രണ്ട് സ്ഥലത്ത് സാക്കിന നൂന് ശേഷം വാവ് വന്നതുകൊണ്ട് യാസീൻ എന്നുള്ളിടത്തും നൂൻ എന്നുള്ളിടത്തും എന്ത് ചെയ്യാൻ പാടില്ല? ഇദ്ഗാം ചെയ്യരുത്. എന്നാലും വേറെ ഇമാമികൾക്കൊക്കെ ഇദ്ഗാമുണ്ട്. ഇപ്പൊ ഇമാം നാഫിഉൽ മദനി എന്നവർക്ക് അവിടെ ഇദ്ഗാമാണ്. നമുക്ക് അവിടെ ഇദ്ഗാമില്ല. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഖിറാഅത്തിൽ അവിടെ ഇദ്ഗാമില്ലാതെയാണ് പാരായണം ചെയ്യേണ്ടത്. നിങ്ങൾ ഓതിയത് ശരിയാണ് കേട്ടോ. പിന്നെ രണ്ട് ചോദ്യം ചോദിച്ചൂടെ? ബാഖിഉൻ നഫ്സക അവിടെ എന്തായിരിക്കും നിയമം? ബാഖിഉൻ നഫ്സക തൻവീനിന് ശേഷം നൂൻ ഒന്ന്. അപ്പൊ എന്താ നിയമം? അപ്പൊ എങ്ങനെ ഓതുക? ബാഖിഉൻ നഫ്സക അലാ ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു. ഈ ഐന് പിന്നെ ഇസ്തിലാന്റെ അക്ഷരത്തിൽപ്പെട്ടാലേ അല്ലേ? ഇസ്തിലാന്റെ അക്ഷരം
അതിനുണ്ടോ? ആ അത് പറഞ്ഞത് എണ്ണിയ നോക്കി അത് പുള്ളി ഉണ്ടായില്ലോ. പുള്ളി ഇല്ലാണ്ടാക്ക നിർക്കുന്നാക്കി അതിനെ ഈ അതിനെ പെടുത്തണ്ട. അതിന് പെടുത്തിയാ പിന്നെ എല്ലാം ആന്ന് പറയേണ്ടി വരും. വായിപ്പെടുത്തണ്ട. ഇതിന് ഈ ലാലിനൊക്കെ പറഞ്ഞിട്ട് ഇത്തുബാക്കിന്റെ അക്ഷരമുണ്ടോ? വെറുതെ ചോദിക്കാൻ പേടിക്കണത്. ചോദ്യം കേട്ട് ചിലർ വേജാറാണ്. ചോദ്യം ചോദിക്കുന്നത് അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ മത്സരം നടത്തുമ്പോഴേക്ക് എന്ത് ചെയ്യണം? ഈ ബേസിക് ആദ്യമായിട്ടുള്ള ഈ പ്രധാനമായിട്ടുള്ള ജീവിതത്തിന്റെ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കാലോ. അപ്പൊ അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്നുകൂടെ അറിയാൻ മതി. ചിലതിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് സദസ്സം ചോദിക്കുന്നതുകൊണ്ട് പറയാൻ കിട്ടാതിരിക്കാണ്. അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് മാർക്കും കിട്ടാതായി പോകുന്നതാണ്. അപ്പോ അങ്ങനെ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാത്ത ജീവിതത്തിന്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടാവും. മദ്രസയിൽ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ ഉണ്ടാവും. അതിന്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അതിന്റെ അവസാനത്തിൽ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കെലിമത്തുകൾ എല്ലാത്ത ജീവിതത്തിന്റെ മിക്കവാറും കിതാബിലൊക്കെ ഉണ്ടാവും. നമ്മളെ കേരളീയർ എഴുതിയ എല്ലാ കിതാബിലും ഉണ്ടാവും. മിക്കവാറും കിതാബിലുണ്ട്. അതൊക്കെ നോക്കിയാൽ മതി. സാധാരണ മത്സരത്തിനൊക്കെ പോകാന് മത്സരത്തിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമില്ല. മദ്ദ് മുത്തസിൽ എന്താണ്, മദ്ദ് ലാസിം എന്താണ്, ആരിൻ എന്താണ്, മുഫസിൽ എന്താണെന്നൊക്കെ ഉണ്ടാവും. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ കലിമത്തിൽ വന്നത് അങ്ങനെ പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ മറ്റേ ഒരേ കലിമത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ആത്തൂനി എന്ന് പറയുമ്പോ ആത്തൂനി ഹംസ് ശേഷം മദ്. അപ്പൊ ഒരേ കലിമത്തിൽ മദ്ദും ഹംസും ഉണ്ട്. അപ്പൊ ആത്തൂനി എന്ന് പറയും. കൂട്ടോ ആത്തൂനി എന്ന് പറയോ? ഇല്ല. പക്ഷെ അങ്ങനെ പറയും. വർഷം നേടെ ഖിറാഅത്ത് അങ്ങനെയാണ്. അപ്പൊ ഒരേ കലിമത്തിൽ ഹംസും മദ് അവർക്ക് പറഞ്ഞു. നമുക്ക് മദ്ദിന് ശേഷം ഹംസും തന്നെ വേർതിരിച്ച് പറയണം. മദ് ആരിത് എന്ന് പറഞ്ഞാല് പുതുതായി വരുന്ന അപ്പൊ താസീമി കൊണ്ടല്ല ആരിതല്ല. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നാവും. قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء. سورة آل عمران. بسم الله الرحمن الرحيم. قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون. ويكلم الناس في المهد وكهلا ومن الصالحين. ഇവിടെ ഓതിയല്ല. إذا قضى أمرا فإنما يقول له كن فيكون. إذا قضى أمرا വേറെ എവിടെയില്ല. بسم الله الرحمن الرحيم. بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. അവിടെ وإذا قضى إذا قضى